ലോകത്തിലെ ഏറ്റവും ചെറിയ ആംപ്ലിഫയർ നിങ്ങളാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതെ അതെ. സത്യാവസ്ഥ എന്നാ? അതായത് കോവിഡ് വന്നപ്പോഴേ പിന്നെ ടീച്ചേഴ്സിന് അതേപോലെ തന്നെ ഡോക്ടർമാർക്ക് അവർക്ക് മാസ്ക് വെക്കണം. അപ്പൊ മാസ്ക് വെക്കണം എന്ന് പറയുമ്പോൾ പിന്നെ മാസ്ക് വെച്ചിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പറയുന്ന ഓഡിയോ കേൾക്കൂല, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ടീമിലെ കെവിൻ ജാക്കോബ് എന്ന് പറയുന്ന അവനൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. മീൻസ് ഈ ഒരു മാസ്ക് നോക്കുന്ന ലൈറ്റ് വെയിറ്റ് 20 ഗ്രാമിന്റെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കി റീചാർജ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് ഏകദേശം 6 മണിക്കൂറോളം അതിന്റെ ബാറ്ററി ലൈഫ് ഉണ്ട്. അതേപോലെ 20 മീറ്റർ അത് ലൗഡ് വോയിസ് ആയിട്ട് കേൾക്കും. അപ്പൊ ടീച്ചർമാർക്ക് ക്ലാസ് എടുക്കാന്, അത് കണ്ടക്ടർമാര്, ഈ പിന്നെ ഗ്ലാസിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എംപ്ലോയീസ് അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ഐഡിയ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് തുടങ്ങാൻ നല്ലൊരു ടീം വേണമല്ലോ. അപ്പൊ സവാദ് കേട്ടി എന്ന് പറയുന്ന അവരെ ഞങ്ങൾ പരിചയപ്പെടുകയും അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റിലാണ് ബിസിനസ് തുടങ്ങണം, എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അപ്പൊ ഞങ്ങള് സവാദും ഞാനും കെവിൻ ജാക്കോബും ഞങ്ങൾ 3 പേരും ഒരുമിച്ചിങ്ങാട്ട് കെവിന് R&D റിസർച്ചും ഞങ്ങൾ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിന് നല്ലൊരു MVP നല്ലൊരു ക്വാളിറ്റി ബോക്സിൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ സാധനം ഒരു MVP ആക്കി ഇറക്കി, പ്രോട്ടോടൈപ്പ് MVP ആക്കി ഇറക്കി. മാത്രമല്ല ഇത് കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കോളേജ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതിന് പാറ്റന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? പാറ്റന്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തു, അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര രസം ഉണ്ടായത് അതല്ല. അതായത് ഇത് ഞങ്ങള് പിന്നെ കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ ഇതിലൊക്കെ നമുക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളടത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു മാസ് ഫിക്സബിൾ ആംപ്ലിഫയർ, വേൾഡ്സ് ഫസ്റ്റ് മാസ് ഫിക്സബിൾ ആംപ്ലിഫയർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് പറ്റി. എന്നിട്ട് അത് മാത്രമല്ല നമ്മുടെ അന്നത്തെ പ്രിൻസിപ്പാൾ നമ്മൾ ഭയങ്കര റിലേഷനിലായിരുന്നു. അപ്പൊ പ്രിൻസിപ്പാളിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്കിത് ആരെക്കൊണ്ടെങ്കിലും ഇനാഗുറേഷൻ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അതൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു മാസത്തിന് ശേഷം പ്രിൻസിപ്പൾ നമ്മളോട് പറഞ്ഞു ജോബ് ഫെയർ നടക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ, അപ്പൊ മിനിസ്റ്ററും കളക്ടറൊക്കെ വരുന്നുണ്ട്, അപ്പോ നമുക്ക് അപ്പൊ ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മളെ ബിന്ദു മാം, അതേപോലെ അന്നത്തെ അവിടുത്തെ കളക്ടർ അവര് വന്നു. അപ്പൊ അവര് വന്ന ടൈമില് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പാറ്റന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ? പാറ്റന്റ് ഞങ്ങൾ അപ്ലൈ ചെയ്തു, അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര രസം ഉണ്ടായത് അതല്ല. അതായത് ഇത് ഞങ്ങള് പിന്നെ കോളേജ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ ഇതിലൊക്കെ നമുക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തന്നെ ഓർഗാനിക് ആയിട്ട് നമുക്ക് ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനീഷ്യലി നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്നുള്ളടത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു മാസ് ഫിക്സബിൾ ആംപ്ലിഫയർ, വേൾഡ്സ് ഫസ്റ്റ് മാസ് ഫിക്സബിൾ ആംപ്ലിഫയർ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് പറ്റി. എന്നിട്ട് അത് മാത്രമല്ല നമ്മുടെ അന്നത്തെ പ്രിൻസിപ്പാൾ നമ്മൾ ഭയങ്കര റിലേഷനിലായിരുന്നു. അപ്പൊ പ്രിൻസിപ്പാളിനോട് ഞാൻ അങ്ങനെ പറഞ്ഞു നമുക്കിത് ആരെക്കൊണ്ടെങ്കിലും ഇനാഗുറേഷൻ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഒരിക്കലും അതിനൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു മാസത്തിന് ശേഷം പ്രിൻസിപ്പൾ നമ്മളോട് പറഞ്ഞു ജോബ് ഫെയർ നടക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ, അപ്പൊ മിനിസ്റ്ററും കളക്ടറൊക്കെ വരുന്നുണ്ട്, അപ്പോ നമുക്ക് അപ്പൊ ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മളെ ബിന്ദു മാം, അതേപോലെ അന്നത്തെ അവിടുത്തെ കളക്ടർ അവര് വന്നു. അപ്പൊ അവര് വന്ന ടൈമില് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയതിന് ശേഷം സെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നോ? സെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്ക് കുറെ ഓർഗാനിക് ആയിട്ട് കുറെ ടീച്ചേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം സെയിൽസ് നമുക്ക് ഏകദേശം ഒരു 100-150 പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റി. കുഴപ്പമില്ലാത്തൊരു വാല്യൂല് നമുക്ക് സെല് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോവിഡിന്റെ ടൈമിൽ എന്തിനു പോകും നമ്മള് ഇൻവെസ്റ്റേഴ്സിനെ അടുത്ത് പിച്ച് ചെയ്യുമ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്. അത് അതേപോലെ കോവിഡിന്റെ ആ ഒരു ടൈമിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാസ്ക് ഒഴിവാക്കിയപ്പോൾ നമുക്ക് പിന്നെ അതിന്റെ ഒരു സെല്ലിങ് പിന്നെ ഉണ്ടായില്ല, റിക്വയർമെന്റ് പിന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയായിരുന്നു. പിന്നെയാണ് നമ്മൾ പ്യൂർലി നമ്മൾ എജുടെക് വരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ട്രെയിനിങ് അല്ലേ? അതെ അതെ. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അതായത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2500 കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര പാഷനായിരുന്നു. അതായത് ഈ പറഞ്ഞ മാതിരി IoT, റോബോട്ടിക്സ്, കോഡിങ്, പുതിയ പ്രൊജക്ട്. എന്റെ നാട്ടില് പലരും വിളിക്കുന്ന പേര് റോബോ എന്നാണ്. അത് എനിക്ക് അന്ന് തന്നെ ഒരു ഇതുണ്ടായിരുന്നു, റോബോട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇത്. അപ്പം റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് അങ്ങനെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു. മീൻസ് ഈ പറയുന്ന പോലെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിൽ ടീച്ചിങ് കൺസെപ്റ്റ്, അതായത് വൈറ്റ് ബോർഡിൽ വരക്കുന്ന ഒരു റോബോട്ട്, ആ സെയിം റോബോട്ട് തന്നെ പിന്നെ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക, അതേപോലെ തന്നെ അസിസ്റ്റൻസ്, അന്നത്തെ ഒരു AI അസിസ്റ്റൻസ്, പിന്നെ IoT വെച്ചിട്ട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു 5 ഫംഗ്ഷൻസിൽ നല്ലൊരു റോബോട്ട് അത് ഡെവലപ്പ് ചെയ്തു. അത് കോളേജിന്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ അത് ഫ്ലവേഴ്സ് TVയിലെ റിയാലിറ്റി ഷോയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റി. അപ്പം ഈ ഒരു റോബോട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ സെയിം സാധനം ഞാൻ എടുത്ത് കുട്ടികളെ പഠിക്കും. അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് റോബോട്ടിക്സ് ട്രെയിനിങ് എനിക്ക് വരാനുണ്ടായ ഒരു കാരണം. അപ്പം ഈ ജോബ് ഫെയറിന് ശേഷം ശരിക്കും ജോബ് ഫെയർ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ
പിന്നെ ഫ്രണ്ട് പേജിലെ ഞങ്ങളെ പിക്ചറാണ്. അതായത് പിന്നെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ മാസ്ക് ആംപ്ലിഫയർ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള പിക്ചറായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പോഴേക്ക് ഈ പറഞ്ഞ മാതിരി MVP റെഡി ആയിരുന്നു, വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയതുകൊണ്ട് നമ്മുടെ ഫോം എടുത്തൊക്കെ അതിൽ കുറെ ഓർഡേഴ്സ്. നിങ്ങൾ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ കഴിയുന്നൊരു ടൈമായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് കഴിയുന്നൊരു ടൈം. അങ്ങനെ അതിൽ കുറെ ഓർഡേഴ്സ് വന്ന് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ചെയ്യും. ഇപ്പൊ ടീച്ചർമാരാണെന്നുണ്ടെങ്കിലും അതിന്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ, നമുക്ക് രണ്ട് ഓഡിയൻസ് ആണല്ലോ, ഒന്ന് ടീച്ചർമാര് ഒന്ന് ഡോക്ടർമാര്. അപ്പം ടീച്ചേഴ്സ് ഇതേപോലെ ഡെമോൺസ്ട്രേഷൻ വീഡിയോ, ഡോക്ടേഴ്സ് കുറെ പേര് നമ്മളെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്, രണ്ട് പ്രൊഡക്റ്റുകൾ വെച്ച് വയ്ക്കോളി എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ചെയ്തു. ഇതിന് നിങ്ങളെ കോളേജിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? കോളേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി ഇപ്പം ഓരോ എന്താ പറയാ ഓലിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഐഡിയ പ്രസന്റേഷന്, അതേപോലെ തന്നെ പുതിയ ടെക്നോളജി, പുതിയ പ്രൊജക്ട്, റോബോട്ടുകൾ ഡെവലപ്പ് ചെയ്യുക, സ്റ്റാർട്ടപ്പ് വരിക, പുതിയ IEEE പേപ്പർ പ്രസന്റേഷൻ, അങ്ങനെ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ എന്താ പറയാ അപ്പൊ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഇവര് ഫോട്ടോ ഇട്ടിക്കാണ്ട് മറ്റേ തീ ഇടുവല്ലോ, അങ്ങനെയുള്ള സാധനമൊക്കെ ഇടുമ്പോൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. അങ്ങനെ കുറെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അവിടുന്ന് കുറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്നെ ഈ പറയുന്ന പോലെ ബ്രാൻഡിങ്ങും മറ്റു മീഡിയാസും കാര്യങ്ങളൊക്കെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഈ പറയുന്ന മാതിരി ഫ്ലവേഴ്സ് AVP സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള പ്രോഗ്രാമിന് അവർ കൊണ്ടുപോയി. പിന്നെ അതേപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ അവിടെ ഒരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ മാതിരി ജോബ് ഫെയറിന് അവര് പ്രിൻസിപ്പാള് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റി. അതും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും കളക്ടറും ഉണ്ടായിക്കൊണ്ട്. അതേപോലെ ഫണ്ടിങ് സപ്പോർട്ട്, കോളേജിൽ നിന്നുള്ള ഫണ്ടിങ് സപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിധി പ്രയാസ പോലെയുള്ള ഗ്രാന്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ആ കോളേജ് പഠിച്ചുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യം ഐഡിയ ഗ്രാന്റ്, അതേപോലെ ഒരു നിധി പ്രയാസ സ്കീമൊക്കെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗത്ത് തന്നെ സപ്പോർട്ടീവ് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ജേർണി തുടങ്ങാൻ സാധിച്ചത്. ഒരു മാസ്ക് ആംപ്ലിഫയറിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നിങ്ങളുടെ കമ്പനി എവിടെ വരെ എത്തി? അതായത് നമ്മള് ശരിക്കും പറഞ്ഞാൽ തുടങ്ങണ ഒരു 10,000 രൂപ വെച്ചിട്ട്, ഞാനൊരു 10,000, സവാദ് ഒരു 10,000 വെച്ചിട്ട് ഒരു 20,000 രൂപക്ക് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇപ്പൊ നമ്മുടെ റവന്യൂ പറയുന്നത് 66 lakhs നമ്മൾ ക്രോസ് ചെയ്തു, ഗോയിങ് ടു ക്ലോസ് 70 lakhs. അപ്പം നമ്മുടെ ഒരു പ്ലസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രെയിനിങ് വന്നോട് കൂടിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ലേറ്റസ്റ്റ് നമ്പേഴ്സ് വെച്ചിട്ട് 200+ ട്രെയിനേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ 100-ൽ കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്മൾ ഡിഫറെന്റ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമായിട്ടാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 10,000-ൽ കൂടുതൽ കുട്ടികൾ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ഫുൾ ടൈം ആയിട്ട് പാർട്ട് ടൈം ആയിട്ട് നമ്മൾ 300-ൽ കൂടുതൽ കുട്ടികൾക്ക് ജോലി കൊടുത്ത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, NIT, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കും. ഇത്തരം കോളേജുകളിൽ നിങ്ങൾ എന്തൊക്കെ ട്രെയിനിങ്സ് ആണ് കൊടുക്കുന്നത്? നമ്മൾ കോളേജുകളിൽ ചെയ്യുന്നുണ്ട്, കോമൺ പീപ്പിൾസിനൊക്കെ ചെയ്യുന്നുണ്ട്. കോളേജുകളിൽ നമ്മൾ പിന്നെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്, AI-ന്റെ റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, വെബ് ഡെവലപ്മെന്റ്, AR, VR തുടങ്ങിയിട്ടുള്ള മൾട്ടിപ്പിൾ കോഴ്സസ് കൊടുക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം പിന്നെ നമ്മൾ ഇന്റേൺഷിപ്സ് ആയിട്ട്, വർക്ക്ഷോപ്സ് ആയിട്ട്, പിന്നെ മെയിൻലി നമ്മൾ കോളേജുകൾക്കുള്ള ആഡ് ഓൺ കോഴ്സുകൾ, AI for BBA, AI for BCom, AI for കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് കോളേജുകളിലും ചെയ്യുന്നുണ്ട്, ഡിഗ്രി കോളേജുകളിലും ആഡ് ഓൺ കോഴ്സുകളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻലി ഇപ്പം സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ഉണ്ട്. അതിൽ ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ്, CPT, സർട്ടിഫൈഡ് പെനട്രേഷൻ ടെസ്റ്റിംഗ് പോലുള്ള കോഴ്സുകൾ ചെയ്യും. അത് പ്ലേസ്മെന്റ് ഉള്ള ട്രെയിനിങ് ആണ്. അതായത് നമ്മൾ എന്താണ് കമ്പനിയിൽ ഇപ്പൊ ഡെയിലി നമ്മൾ HR എന്ത് ചെയ്യും, വാക്കൻസീസ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ വാക്കൻസിക്ക് എന്താണ് സ്കില്ല് വേണ്ടത് നമ്മൾ ട്രെയിനേഴ്സ് അത് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് അവരെ എക്യുപ്ഡ് ആക്കിയിട്ട് സ്കില്ലഡ് ആക്കിയിട്ട് അവരെ പ്ലേസ്ഡ് ആക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പൊ CPTയിൽ നല്ല പ്ലേസ്മെന്റും അതേപോലെ തന്നെ നല്ല ട്രെയിനിങ്ങും കൊടുത്തിട്ട് അവരെ പ്ലേസ്ഡ് ആക്കുന്നുണ്ട്. JH പോലുള്ള സൈബർ സെക്യൂരിറ്റി കോഴ്സിൽ നല്ല കുട്ടികളുടെ എൻറോൾമെന്റ് വരുന്നുണ്ട്. നിങ്ങൾ ഇലക്ട്രോണിക്സ് എങ്ങനെ ഒരു പാഷനായിട്ട് എടുത്തത്? അതായത് ഞാൻ ചെറിയ മദ്രസയിൽ പോകുമ്പോൾ തന്നെ ചെറിയ LED ബൾബ് കത്തിക്കുക, ചെറിയ പ്രൊജക്ടുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ പ്രൊജക്ടുകൾ ചിലപ്പോൾ പാടും. അതായത് ഇത് കണക്ട് ചെയ്തിങ്ങാണ്ട് കുറെ എനിക്കൊരു അബദ്ധം പറ്റി. എന്റെ കയ്യില് എനിക്ക് 250 രൂപ പറയുന്ന ഒരു വലിയ സംഖ്യയായിരുന്നു. ആ 250 രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ്സ് വാങ്ങി. ഇലക്ട്രോണിക് ഹോബി സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ബുക്കൊക്കെ പഠിച്ചിട്ട് എന്നിട്ട് ഇത് അസംബിൾ ചെയ്തു. കുറെ എണ്ണം 90% ഓഫ് ദം വർക്ക് ആയില്ല. അപ്പൊ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ബ്രെഡ് ബോർഡിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സിമുലേഷൻ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലേ. അപ്പൊ ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സ് ഭയങ്കര പാഷനായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ 10th കഴിയാൻ നിൽക്കുന്നതാണ്. എന്റെ കസിൻസ് ഒക്കെ അവരൊക്കെ ഓൾറെഡി എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ടെക്നോളജി ആണ് എനിക്ക് പാഷൻ എന്നുണ്ടെങ്കിൽ ഈ പോളിടെക്നിക് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 10th കഴിഞ്ഞിട്ട് +1 പോയി, സെയിം ടൈം പോളിയിൽ കിട്ടി.
പ്ലസ് വൺ ഞാൻ ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, പോളിടെക്നിക്കിൽ വന്നിട്ട് ഞാൻ അവിടെ പോളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് വരുന്നത്. അപ്പൊ അന്ന് മുതലേ ടെക്നോളജി ഭയങ്കര പാഷനേറ്റ് ആയിട്ട് എപ്പോഴും അപ്സ്കിൽ ചെയ്യാൻ നോക്കും ടെക്നോളജിയിൽ.